ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മോജ്തബ ഖമേനിയെക്കുറിച്ചും ഉന്നത നേതാക്കളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം. $10 മില്യൺ പ്രഖ്യാപനവുമായി അമേരിക്ക. US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അലി ഖമേനിയും ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി സ്ഥാനമേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുജ്തബ ഖമേനി പരിക്കേറ്റ അവസ്ഥയിലാണെന്ന് US പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെടുന്നു. പരമോന്നത നേതാവിനു പുറമെ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഖമേനിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളും അമേരിക്ക തേടുന്നുണ്ട്. ഇറാന്റെ നേതൃത്വം ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്നാണ് US പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെടുന്നത്. ഇതിനിടെയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. 10 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചിത്രങ്ങൾ ഉൾപ്പെട്ട പോസ്റ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.